മിനിങ്ങിന്റെ നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. കുപ്പുസ്വാമി സർ, മിന്നാമിനിങ്ങിലേക്ക് സ്വാഗതം. മഹതി മാം സ്വാഗതം. നാദർഷിക സ്വാഗതം. പ്രായഭേദമന്യേ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വികാരമാണ് പ്രണയം. അപ്പോ സുഭാഷ് നല്ലൊരു പ്രണയഗാനവുമായി നമ്മുടെ അടുത്തേക്ക് എത്തുകയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം സുഭാഷിനെ. സുഭാഷ്, പ്രണയം റൗണ്ടാണ്. പ്രണയത്തിന് തന്നെ പല ഭാവങ്ങളുണ്ട്. അപ്പൊ ഇന്ന് ഏത് ഭാവമാണ് പ്രണയത്തിന്റെ? നോർമൽ ഭാവമാണ്, റൊമാൻറ്റിക് മൂഡിലുള്ള പാട്ടാണ്, മെലഡി ആണോ? ഓക്കെ, അത് കൂടുതൽ വിവരണം വേണം, നമ്മൾ കേൾക്കാൻ പോവല്ലേ? ശരി, ഞങ്ങൾ ആസ്വദിക്കാൻ പോവാണ്. നന്നായിട്ട് പാടും. ചെമ്പകച്ചോട്ടിൽ ഞാൻ കാത്തു നിന്നു കരളേ, എന്റെ കൂട്ടുകാരി നീ എൻ കരളിൽ വീട്ടുകാരി. കണ്ട നാൾ മുതൽ ഞാൻ നിന്നെ സ്വന്തമാക്കിയില്ലേ, കൂടൊരുക്കിടാ ഞാൻ പൊന്നെ കൂട്ടിനായി വരുമോ? പൂത്ത ചെമ്പകച്ചോട്ടിൽ ഞാൻ കാത്തു നിന്നു കരളേ, എന്റെ കൂട്ടുകാരി നീ എൻ കരളിൽ വീട്ടുകാരി. കണ്ട നാൾ മുതൽ ഞാൻ നിന്നെ സ്വന്തമാക്കിയില്ലേ, കൂടൊരുക്കിടാ ഞാൻ പൊന്നെ കൂട്ടിനായി വരുമോ? വാറൊളി പോലെ മുടിയിഴ കണ്ട, താരക പോലെ മിഴികൾ കണ്ട, നാവൊളി പോലെ പുഞ്ചിരി കണ്ട, നാട്ടുളി പോലെ നോട്ടം കണ്ട, ആരും വീണു പോകും പൊന്നെ കരളലിഞ്ഞു പോകും. എന്റെ കൂട്ടുകാരി നീ എൻ കരളിൽ വീട്ടുകാരി. പൂത്ത ചെമ്പകച്ചോട്ടിൽ ഞാൻ കാത്തു നിന്നു കരളേ, എന്റെ കൂട്ടുകാരി നീ എൻ കരളിൽ വീട്ടുകാരി. മധുരവാക്കുകൾ കാതിൽ മൂളി, മധുര സ്വപ്നങ്ങൾ നെഞ്ചിൽ പാകി, പ്രിയതരമോടെന്നരികിൽ ചേരെ, പ്രിയതരമോടെന്നരികിൽ ചേരെ. തെല്ലുവൈകിയപ്പോൾ പൊന്നെ ഒന്നു നിറഞ്ഞു, എന്റെ കൂട്ടുകാരി നീ എൻ കരളിൽ വീട്ടുകാരി. പൂത്ത ചെമ്പകച്ചോട്ടിൽ ഞാൻ കാത്തു നിന്നു കരളേ, എന്റെ കൂട്ടുകാരി നീ എൻ കരളിൽ വീട്ടുകാരി. ചെമ്പകച്ചോട്ടിൽ ഞാൻ കാത്തു നിന്നു കരളേ, എന്റെ കൂട്ടുകാരി നീ എൻ കരളിൽ വീട്ടുകാരി. കാട്ടുചെമ്പക മാല കോർത്തതും
കാറ്റിനോട് കഥ ചൊല്ലിവിട്ടതും കൊഞ്ചലോട് എന്നരികിൽ വന്ന കണ്ണിളകാതെ കുത്തു നിന്നതും എന്റെ കൂട്ടുകാരി നീ എൻ കരളിൽ വീട്ടുകാരി. കണ്ണിളകളിൽ ഞാൻ പൊന്നെ ഉമ്മ നൽകിയോട്ടെ, പൂത്തു ചെമ്പകച്ചോട്ടിൽ ഞാൻ കാത്തു നിന്നു കരളേ. എന്റെ കൂട്ടുകാരി നീ എൻ കരളിൽ വീട്ടുകാരി. പൂത്ത ചെമ്പകച്ചോട്ടിൽ ഞാൻ കാത്തു നിന്നു കരളേ. എന്റെ വീട്ടുകാരി നീ എൻ കരളിൽ വീട്ടുകാരി. എന്റെ കൂട്ടുകാരി നീ എൻ കരളിൽ വീട്ടുകാരി. എന്റെ കൂട്ടുകാരി നീ എൻ കരളിൽ വീട്ടുകാരി. സുഭാഷ്, പ്രണയം റൗണ്ട് ആയിരുന്നു. നങ്കുവിന് വേണ്ടിയിട്ടാണ് ഈ പാട്ട് പാടിയത്. അതെ, ആ മുഖത്തെ ഒരു റിയാക്ഷൻ ഇങ്ങനെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് ചോദിച്ചത്. നങ്കു ആരാണ് പറഞ്ഞോളൂ. എന്റെ ഭാര്യ. അത് പതുക്കെ എന്റെ ഭാര്യ വളരെ ഫീബിൾ ആയിട്ട് പറയും. എന്ന് പറഞ്ഞോളൂ. എന്റെ ഭാര്യ വൈഫിന്റെ പേരാണ് നഗു. ജീനാണ്, വീട്ടിൽ വിളിക്കുന്നത് നങ്കു എന്നാണ്. പ്രണയം റൗണ്ട് ആയതുകൊണ്ട് എല്ലാരും ചോദിക്കുന്നുണ്ടായിരുന്നു ആരുടെങ്കിലും പ്രണയം ഉണ്ടോന്ന് ചോദിക്കുന്നു. അപ്പം നഗുവിന്റെ പേരില് വേറെ ആളെ മനസ്സിൽ വിചാരിച്ച് പാടി, അങ്ങനെയാണ്. അല്ലെങ്കിൽ ഒന്നും ഇത്രയും ഫീൽ വരെയൊന്നുമില്ല, ഒരിക്കലും വരില്ല. ആണോ? പിന്നെ നമ്മളൊക്കെ ഇത് എറണാകുളത്തേക്ക് വിളിക്കട്ടെ? വിളിച്ചോ, എന്റെ വൈഫിനൊക്കെ അറിയാവുന്ന കേസാണ് ഇതൊക്കെ. ഒരിക്കലും വേറെ ആളെ മനസ്സിൽ വിചാരിച്ചിട്ട് നഗുവിന്റെ പേരിൽ പാടിയല്ലേ? ഓക്കെ, നമുക്കിനി കമന്റ്സ് ചോദിക്കാം. കുപ്പുസ്വാമി സർ. சுபாஷ் நல்ல பாட்டு, நல்லா பாடி. அதே பிரணயம் அப்படின்னாலே அது இல்லாம உலகத்துல எதுவுமே இல்லை. சமீபத்தில் நான் ஒரு படத்துக்கு பாட்டு எழுதி, சரவண பொய்யல்ங்கிற படத்துல ஒரு லவ் சாங், இதுவரைக்கும் இல்லாத ஒரு லவ் சாங் நீ எழுதணும் அப்படின்னு சொல்லிட்டு நான் எழுதினேன். அப்போ காதல் இல்லைன்னா இந்த லைஃப், இந்த உலகமே கிடையாது. மரம் செடி கொடி பறவைகள் இல்லாட்டா, மரம் செடி செடி பறவைகள் இல்லைன்னா நம்மளுடைய வாழ்க்கை எல்லாமே அது கூட லவ் செய்து காதல் செய்து, அதனால நம்மளும் காதல் செய்யணும் அப்படின்ட்டு அப்படி ஒரு அந்த இதில் நான் எழுதியிருக்கேன். இப்போ என்ன இந்த காதல் ஒரு அந்த மூடில் நான் ஒன்று பாட்டு எழுதி ஐபேடில் போட்டு வச்சிருக்கேன். ஆனால் டியூன் செஞ்சிட்டலாம். தாழம்பூவு மாறி கோழுந்து புள்ள தனி கதம்பம் தஞ்சாவூரு வாங்கி வந்த வச்சுக்கடே புள்ள வாசமுள்ள செம்பகப்பூ. தாழம்பூவு மாறி கோழுந்து புள்ள தனி கதம்பம் தஞ்சாவூரு வாங்கி வந்த வச்சுக்கடே புள்ள வாசமுள்ள செங்கரும்பு நின்னு பார்த்து வாங்கி வந்த புள்ள திருநெல்வேலி அல்வா துண்டு என்ன பார்த்து ஒதுங்கி போனா புள்ள ஏகந்தீர என்ன உண்டு. தாழம்பூவு மாறி கொழுந்து புள்ள தனிக்கதாம்பா தஞ்சாவூரே வாங்கி வந்த வச்சுக்கடே புள்ள வாசமுள்ள செங்கரும்பு படுக்க நல்ல பாய் வீரிச்சி புள்ள பட்டு மெத்த வீரிச்சி படுக்க நல்ல பாய் வீரிச்சி புள்ள பட்டு மெத்த மேல் வீரிச்சி தடுக்கமானோ இல்லாமலே புள்ள தாகந்தீரு காலுன்னப்போ தடுக்கமான இல்லாமலே நம்ம தாகந்தீரு காலன்னப்போ ஒட்டு தாழம்பூவு மாறி கொழுந்து புள்ள தனிக்கதம்ப தஞ்சாவூரே வாங்கி வந்த வச்சுக்கடே புள்ள வாசமுள்ள செம்பகப்பூ. பிருந்தாவன சாரங்கா அப்படிங்கிற ராகத்தை பேஸ் பண்ணி வந்த ஒரு பாட்டானு. பட் நல்லா பாடினோம், நல்லா இருக்கு. நல்லா உங்க சுபாஷ் வந்தாலே அது அடுத்தது நமக்கு தோன்றது சபாஷ், அதான നന്നായിട്ട്. താങ്ക് യു സർ. ആദർശിക്കാം. സുഭാഷ്, നല്ല പിച്ചിങ്. ഞാനിത് ഹെഡ്ഫോൺ വെച്ചിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത് കറക്റ്റ്. കാരണം എനിക്ക് തോന്നുന്നത് സ്റ്റേജിൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് മൈക്ക് നമ്മളിങ്ങനെ ക്ലോസ് ചെയ്ത് പിടിച്ച് പാടി കഴിയുമ്പോൾ കറക്റ്റ് നമുക്ക് തന്നെ ചില ഏരിയയിൽ ശരിക്ക് ഇന്നിയറൊക്കെ വെക്കാതെ പാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ എല്ലാവരും ഇന്നിയർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മോണിറ്റർ അതിൻ്റെ കറക്റ്റ് പെർഫെക്ഷൻ കിട്ടും.
ചിലവർ ഇനിയർ വെച്ചാലും പിച്ച് ഔട്ടായിട്ട് പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് കറക്റ്റ് ശ്രുതിയിൽ അത് വളരെ ഭാഗ്യമാണത്. പിന്നെ അതെല്ലാം മൈക്ക് കൺട്രോൾ ചെയ്തിട്ട് കറക്റ്റ് പിച്ചിങ്ങിൽ പാടാൻ ഉള്ളൊരു കഴിവ് സുഭാഷിനുണ്ട്. സുഭാഷ് എനിക്ക് തോന്നുന്നു സ്റ്റേജിൽ മാത്രമല്ല അത്യാവശ്യം നല്ല ഭാവിയുള്ള ഗായകനാണ്, വരാൻ വളരെയധികം സാധ്യതയുള്ളതാണ്. താങ്ക് യു കം. മഹതി മാം. ഫെന്റാസ്റ്റിക് സുഭാഷ്, നല്ല ഇമോഷൻസ് ഉണ്ടായിരുന്നു. പിച്ചിങ് ബ്രില്യൻറ്റ്. ഐ തിങ്ക് നമ്മുടെ കോ കണ്ടസ്റ്റൻസ് എല്ലാം സുഭാഷിന്റെ കയ്യിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യമാണ് ഈ പിച്ചിങ്. ഇത്രയും പിച്ച് പെർഫെക്റ്റ് ആയിട്ട് ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അത് സുഭാഷ് മാത്രമേ ഉള്ളൂ. ഉഗ്രനായിരുന്നു പിച്ചിങ്. പിന്നെ ഇടയ്ക്കൊരു എന്താ ബൃന്ദാവന സാരംഗ, ബൃന്ദാവനി, ഒരു ബസന്ത് ബഹാർ, എല്ലാം ബസന്ത് ബഹാറിൽ എന്തോ ഒരു ആലാപ്പൊക്കെ ചെയ്തില്ലേ, ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു ആ ആലാപ്പ്. ഓക്കെ, ബ്രില്യൻ്റ് ആയിരുന്നു. യു നെയിൽഡ് ഇറ്റ് ആക്ച്വലി. തീരെ ആരും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സമയത്ത് ആ ആലാപ്പ് പാടി, അതും പെർഫെക്റ്റ് ആയിരുന്നു. 100% പെർഫെക്ഷനോടെ പാടി. ബ്രില്യൻ്റ് ആയിരുന്നു. റിയലി എൻജോയ്ഡ് യുവർ പെർഫോമൻസ്. താങ്ക് യു മാം. സുഭാഷ്, ഹാപ്പി ആയില്ലേ? നങ്കുവിന് വേണ്ടി പാടിയിട്ട് ഇപ്പം എന്തായാലും നല്ല കമന്റ്സ് കിട്ടി. ഇനി നമുക്ക് മാർക്സ് ചോദിക്കാം. കുപ്പുസ്വാമി സർ, ഔട്ട് ഓഫ് 30 28 തരാം. നാദർശിക 28 ആയിരുന്നു, പക്ഷെ ഇടയ്ക്കുള്ള ഒരു ഹമ്മിങ് ഇല്ലേ, ഹമ്മിങ്ങിന് ഒരു മാർക്ക് 29. മഹതി മാം 29. താങ്ക് യു ജഡ്ജസ്. സുഭാഷ്, അപ്പൊ 90-ല് 86 മാർക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. നല്ല മാർക്സ് ആണ്. ഹാപ്പി ആയില്ലേ? ഹാപ്പി. അപ്പൊ ഇത് കേൾക്കുമ്പോ വൈഫും ഹാപ്പി ആവോ? ഞാൻ വീണ്ടും എടുത്ത് വൈഫ് എന്ന് പ്രേക്ഷകരോട് പറയുന്നോണ്ട് എന്നോട് എന്തെങ്കിലും ദേഷ്യം തോന്നുന്നുണ്ടോ? ഇല്ല ഇല്ല. അപ്പം എന്തായാലും ഇനിയും വരുന്നുണ്ട്. ഇപ്പൊ പിച്ചിങ്ങിന്റെ കാര്യത്തിലും എല്ലാം നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അതെല്ലാം നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയട്ടെ. അടുത്ത വരുന്ന റൗണ്ടിലും ഒക്കെ നന്നായിട്ട് പാടാൻ പറ്റട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ മിന്നാമിനിങ്ങിൽ അടുത്തതായി സോപാനം റൗണ്ടാണ്. കാർത്തികയാണ് നമുക്ക് വേണ്ടി സോപാനം റൗണ്ടിലെത്തുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം കാർത്തികയെ. കോമാവിൻ കൊമ്പിലിരുന്ന് കോമാങ്ങ തിന്നണ കിളിയെ കൈ നോക്കി കാര്യം ചൊല്ലാമോ? കാർത്തിക നല്ല സുന്ദരിയായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇപ്പൊ ഇത് കാണാൻ കിട്ടാത്തൊരു വേഷമാണ്. ഇപ്പൊ ഒരു ന്യൂ ജനറേഷൻ വരുന്നുണ്ട് ഇതിന്റെ ഒരു, പക്ഷെ ഇതൊരു ശരിക്കും ടിപ്പിക്കൽ ഒരു ഫ്ലോറൽ പ്രിന്റിങ് പാവാടയും ഒരു ബ്ലൗസും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട്. അപ്പൊ സോപാനം റൗണ്ടാണ്. ഏത് പാട്ടാ പാടുന്നത്? കാട്ടാനെ മെരിക്കാൻ താപ്പാനയുണ്ട് പറഞ്ഞു. കാട്ടാനെ മെരുക്കാൻ വന്നിരിക്കുകയാണ്. അപ്പൊ നന്നായിട്ട് പാടി മെരുക്കൂ. ഓക്കെ, ശരി. കാട്ടാനെ മെരുക്കാൻ താപ്പനയുണ്ട്, കാട്ടാനെ മെരുക്കാൻ താപ്പനയുണ്ട്, താപ്പാനെ മെരുക്കാൻ പാപ്പാനുണ്ട്, പാപ്പാനെ മെരുക്കാൻ പടച്ചോനുണ്ട്, പടച്ചോനെ മെരുക്കാൻ ആരുണ്ട്? പടച്ചോൻ പോട്ട കള്ളു കുടിച്ചിട്ട് പറപ്പുറത്തങ്ങിരുന്നാലോ? പടച്ചോൻ പോട്ട കള്ളു കുടിച്ചിട്ട് പറപ്പുറത്തങ്ങിരുന്നാലോ? താണ നിലത്തെ തരിപ്പറിയാതെ ഇല്ല വലിപ്പം വെച്ചാലോ? താണ നിലത്തെ തരിപ്പറിയാതെ ഇല്ല വലിപ്പം വെച്ചാലോ? വേണ്ടതിനത്തിന് കോപ്പിട്ടിരുന്നാൽ വേറെ പടച്ചോനെ നോക്കണ്ടേ?
രവിമറയാലേ ദേഹം കാണാതെ ആനയറിഞ്ഞില്ല നവലിപ്പം. ആനയ്ക്ക് പാപ്പാൻ തുമ്പിക്കൈ വഴി ഒരു പറ കള്ളു ചരിക്കുന്നു. ആനയ്ക്ക് പാപ്പാൻ തുമ്പിക്കൈ വഴി ഒരു പറ കള്ളു ചരിക്കുന്നു. കള്ളു കുടിച്ചിട്ടു തടി പിടിച്ചിട്ടും പക്കയിലെ പിടി വഴുതിയില്ല. ആനപ്പാപ്പ കള്ള് കുടിച്ചിട്ട് ആനപ്പുറത്ത് പടച്ചോനായി. അയ്യാവേലിക്ക് ആനെ നടത്താൻ വയ്യ. ആനപ്പുറം ഒരു പൂനപ്പുറമാക്കി. ആനപ്പുറം ഒരു പൂനപ്പുറമാക്കി. ആഴത്തൊണ്ടിൽ വീഴുന്നു. വീഴില്ലെന്നു വീമ്പു പറഞ്ഞവൻ വീണേ. വീഴില്ലെന്നു വീമ്പു പറഞ്ഞവൻ വീണേ. വീണെന്നാനയറിഞ്ഞില്ല. വീഴില്ലെന്നു വീമ്പു പറഞ്ഞവൻ വീണേ. വീഴില്ലെന്നു വീമ്പു പറഞ്ഞവൻ വീണേ. വീണെന്നാനയറിഞ്ഞില്ല. വഴിമറ പിന്നിൽ കാലുണ്ടെന്നു ആനയറിഞ്ഞു ബോധിക്കുന്നു. നാട്ടിൽ പടച്ചോൻ കാലൊടിഞ്ഞിട്ട് കള്ളിറങ്ങിയിട്ട് കരയുന്നു. ആനയ്ക്കാനബലം അറിയാഞ്ഞാൽ അണ്ടനടകോടൻ പാപ്പാനാകും. അണ്ടനടകോടനല്ലാത്തവനെയും പാപ്പാൻ വേലയ്ക്കു കിട്ടുകില്ല. പാപ്പാനായവൻ കള്ളു കുടിക്കും. കള്ളു കുടിച്ചാൽ കാലുറക്കില്ല. കാലുറയ്ക്കാതെ പിമ്പിരി കൊണ്ടാൽ ആനപ്പുറത്തിന്നു താഴെ വീഴും. പാപ്പാനെ കണ്ടുപിടിക്കാണ്ടും വന്നാൽ പാപ്പാനെ കള്ളു കുടിക്കാണ്ടും വയ്യ. കുടിച്ചാൽ പടച്ചോനാകാണ്ടും വയ്യ. പടച്ചോനാന കയറാണ്ടും വയ്യ. വയ്യാതെ വേറെ കാനെ നടത്താൻ വയ്യാതെ ഇന്ന്. കാർത്തിക, ചേച്ചി കാവാലം സാറിന്റെ നല്ലൊരു പാട്ടായിരുന്നു, നല്ല മൂഡുള്ള ഒരു പാട്ടായിരുന്നു. അപ്പൊ നമുക്ക് പാട്ടിന്റെ കാര്യങ്ങളൊക്കെ ജഡ്ജസിനോട് ചോദിക്കാം. മഹതി മാം. കാർത്തിക, ഫസ്റ്റ് ഓഫ് ഓൾ നല്ല പാട്ടായിരുന്നു. കാർത്തിക പാടിയ വരെ നന്നായി പാടി. ഓക്കെ, കാർത്തികനെ കാണാൻ നല്ല രസമുണ്ട്. നല്ല സ്കേർട്ട്, നല്ല ടോപ്പ്. ആസ് യൂഷ്വൽ കാർത്തിക പ്ലസന്റ് ആയിട്ട് തുടങ്ങിയായിരുന്നു. പക്ഷേ പകുതിക്ക് വെച്ച് ലിറിക്സ് മറന്നു അല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ ഒരു ഇനിയും പാട്ടുണ്ടോ, പാട്ട് അവസാനിച്ചോ എന്ന് പറഞ്ഞൊരു ഡൗട്ട് വന്നത്? ലിറിക്സ് ഓർമ്മയിലായിട്ട് അവസാനിപ്പിച്ചു. അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഓർമ്മ വന്നു അല്ലേ? അതാണോ ഇടയ്ക്ക് വെച്ച് പിന്നെ തുടങ്ങിയത്? അല്ല അല്ല, അവസാനം അവസാനത്തെ സ്റ്റാൻസല്ലേ അത് പാടിയതിന് മുമ്പ് ഇങ്ങനെ ഫെയ്ഡ് ഔട്ട് പോലെ വരായിരുന്നു.
അത് കഴിഞ്ഞപ്പോൾ കാർത്തിക ഒന്നും കൂടി ഒരു ചരണം കൂടി തുടങ്ങി. ഓക്കെ, എനി ഹൗ ആകെ മൊത്തം ഒരു കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ കാർത്തിക. നിങ്ങൾ എല്ലാ കണ്ടസ്റ്റൻസിനും വേണ്ടി പറയാണ്, നിങ്ങൾ പാടാൻ വരുമ്പോൾ നിങ്ങൾക്കൊരു ഓർഡർ ഉണ്ടാവില്ലേ? നിങ്ങൾ റിഹേഴ്സ് ചെയ്തിട്ടുണ്ടാവും ഓർക്കസ്ട്രയുടെ കൂടെ, ആ ഒരു ഓർഡർ മനസ്സിലുണ്ടാവില്ലേ? നിങ്ങൾ ആ ഓർഡർ വെച്ച് പോയാൽ മതി. സപ്പോസ് ആ ഓർഡറിൽ തെറ്റ് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിലും അവിടെ ഗ്യാപ്പ് വിടണ്ട. തുടങ്ങി കഴിഞ്ഞിട്ട് അയ്യോ ഇവിടെ പാടാൻ പാടില്ല, ഇവിടെ ഗ്യാപ്പ് വിടണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഗ്യാപ്പ് വിടേണ്ട ആവശ്യമില്ല. അവര് നിങ്ങളുടെ ഒപ്പം ചേർന്നോളും. മനസ്സിലാവുന്നുണ്ടോ? ബിക്കോസ് ദേ ആർ മോർ എക്സ്പീരിയൻസ്ഡ്. ഒരു സിംഗറിന് ഒരു ബാറും 2 ബാറും ഇതൊക്കെ ചിലപ്പോൾ അങ്ങനെ ഇങ്ങനെ പോകുന്ന ഒരു ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. സോ അത് അവർക്ക് മനസ്സിലാവും. ദേ വിൽ കം ടു വാട്ട് യു ആർ സിംഗിങ്. ഓക്കെ, സോ ഇത് തുടങ്ങി കഴിഞ്ഞിട്ട് ഒരു പോസ് കൊടുത്തിട്ട് പിന്നെയും തുടങ്ങി പോസ് ചെയ്തു, അങ്ങനെ വേണ്ട. ഓക്കെ, അത് കുറച്ചും കൂടി നമ്മൾ അറിയിക്കുകയാണ് ഓഡിയൻസിനെയും ജഡ്ജസും എല്ലാവർക്കും. കാർത്തിക് എവിഡൻ്റ് ആയിട്ട് കാണിച്ചു കൊടുക്കാൻ ഞാൻ തെറ്റിച്ചു എന്ന് പറഞ്ഞൊരു കാര്യം അങ്ങനെ എവിഡൻ്റ് ആയിട്ട് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇന്ന് പിന്നെ വേറെ രക്ഷ ഉണ്ടായിരുന്നില്ല. വരികളെ മറന്നാൽ പിന്നെ യുനോ ദേസ് നോ അതർ ഗോ. ഇനി ഹൗ ഇറ്റ്സ് ഓക്കെ. കാർത്തിക കുറച്ചും കൂടി പ്രാക്ടീസ് ചെയ്യുക, കുറച്ചും കൂടി ലിറിക്സിൽ ഉറപ്പ് വരുത്തുക. മോർ പ്രാക്ടീസ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. தேங்க்யூ மேம். குப்பிசாமி சார். கார்த்திகா வரும்போது இன்னும் நல்லா கொஞ்சம் கான்ஃபிடென்ட்டாக இதுதான் பாட்டு இப்படித்தான் பாடணும் அப்படிங்கிறத முதல்லயே ஒரு தீர்மானித்து வந்து பாடினால் பிரச்சனை இல்லை. அதுதான் செய்யணும் கார்த்திகா. பல முறை கேட்டு திரும்பி பாடி இந்த ரெக்கார்ட் செஞ்சு கேட்டு எவ்விடத்தில் அந்த சில குறைகள் இருக்குது, எது விட்டு போய் என்ன கான்ஃபிடென்ட்டோட பாடும். எப்பயும் நம்ம மறந்து போயிட்டால் அதுக்காக அதை நினச்சிட்டு அடுத்த வரையும் விட்டுறக்கூடாது. புரியுதா? இப்போ ஓகே, பாடின வரைக்கும் நல்ல வாய்ஸ் நல்லா இருக்குது, வாய்ஸ் நல்லா இருக்குது, கார்த்திகாவுக்கு நல்ல வாய்ஸ் இருக்குது. நம்ம தேவையானது எது அப்படின்னா ப்ராக்டிஸ். அதை மட்டும் நீங்கள் செஞ்சீங்கன்னா இன்னும் நல்லா வரலாம். அதுக்காக நாங்கள் இதை குறை சொல்கிறோம் அப்படிங்கிறதுனால என்னடா இது நம்ம எப்போ வந்து பாடும்போது ஜட்ஜுகள் இன்னும் குறை சொல்லினே இருக்குது என்ன அப்படின்னு நீங்கள் அப்படி டீக்ரேட் பண்ணுறதா இல்லை, அர்த்தம் இல்லை. உங்களை டீக்ரேட் பண்ணுறது எங்களோட அர்த்தம் இல்லை. நல்லா வரணும் அப்படிங்கிற நோக்கில் ഞങ്ങൾ പറഞ്ഞ விஷயம் இல்லையா? அதுவே நீங்கள் நல்லா வர முடியும், നിങ്ങൾ സാധിക്കും. അതെ, അപ്പോൾ പ്രാക്ടീസ് വേണം, അത് നിങ്ങൾ ചെയ്യും. ഓക്കെ, താങ്ക് യു സർ. നാദർഷിക്ക. കാർത്തിക, നമ്മൾ റിയാലിറ്റി ഷോ അല്ലെങ്കിൽ സ്റ്റേജ് ഷോസിനൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ പറ്റുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. വലിയ വേദികളിൽ പോയി നിന്ന് പാടുമ്പോഴും വലിയ സിംഗേഴ്സിന് വരെ പല അബദ്ധങ്ങളും അല്ലെങ്കിൽ ലിറിക്സ് മറന്നുപോകും, ആബ്സെൻറ്റ് മൈൻഡായി പോവും. അതൊക്കെ സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതിന് ഡെസ്പ് അടിക്കേണ്ട കാര്യമൊന്നുമില്ല. റിയാലിറ്റി ഷോയിൽ ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ ഷോയിൽ വന്നിട്ട് ഒരു പ്രൊഫഷണൽ ഷോ, അതിൽ സുരേഷ് ചേട്ടനും സുരേഷ് ഗോപി അവരെല്ലാവരും ഉള്ളൊരു ഷോയ്ക്ക് വേണ്ടിയിട്ട് ദിലീപ് എല്ലാവരും ഉണ്ട് ഞങ്ങളുടെ. ആ സമയത്തൊരു കുട്ടി നമ്മുടെ കൂടെ മെയിനായിട്ട് പാടാൻ വന്നിരിക്കുന്ന ഒരു ഫീമെയിൽ സ്റ്റേജിൽ കയറി, ദുബായിലാണ്, ഫുൾ ഓഡിയൻസിൻ്റെ മുമ്പിൽ, ടിക്കറ്റ് എടുത്ത് വന്നിരിക്കുന്ന ഓഡിയൻസിൻ്റെ മുമ്പിൽ പാടാൻ കയറി നിന്നിട്ട് മറന്നുപോയി. എന്നിട്ട് കരഞ്ഞിട്ട് ഓഡിയൻസ് ഇങ്ങനെ കൂവി ബഹളമുണ്ടാക്കി, അവൾ കരഞ്ഞ് ബാക്കിൽ വന്ന് നിന്നിട്ട്, അപ്പോൾ ഞങ്ങൾ നിന്നിട്ട് കുഴപ്പമില്ല മോളെ, കുഴപ്പമില്ല, പേടിക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ കരഞ്ഞിട്ട് എനിക്കൊരു പരിപ്പോ എനിക്കൊരു സമൂസ വേണമെന്ന് പറഞ്ഞിട്ട് കരഞ്ഞ് എന്നിട്ട് സമൂസ കൊടുത്തിട്ട് സ്റ്റേജിൽ കയറി വീണ്ടും ഗംഭീരമായിട്ട് പാടി. നമ്മുടെ രാജലക്ഷ്മിയില്ലേ ഇപ്പോൾ അവാർഡൊക്കെ കിട്ടിയ രാജിയാണ് അങ്ങനെ ആ സിംഗർ. അപ്പോൾ ഒരുപാട് സിംഗേഴ്സിന് ഇതുപോലെ പല അബദ്ധങ്ങൾ പറ്റി അവരൊക്കെ പിന്നീട് വലിയ പാട്ടുകാരികളായിട്ട് സ്റ്റേജിൽ വലസനൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ ചെറിയ അബദ്ധമൊന്നും വിചാരിച്ചിട്ട് ഡെസ്പ് അടിക്കണ്ട. അത് ഇതോടുകൂടി ഞാൻ പാട്ടൊക്കെ നിർത്തി, എനിക്ക് പറ്റിയ പണിയല്ല എന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. പാടിക്കുക, ധൈര്യമായിട്ട് പാടിക്കുക. ഇതൊക്കെ ഒരു ചെറിയ അബദ്ധങ്ങളാണ്. ചിലപ്പോൾ ഇന്നത്തെ ദിവസം ചിലപ്പോൾ ഇതിൻ്റെ മാർക്ക് കുറയായിരിക്കും, അതും കുഴപ്പമില്ല കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കാർത്തിക, ഇതിൽ കൂടുതൽ എന്ത് സപ്പോർട്ടാണ് വേണ്ടത്? നല്ല സപ്പോർട്ടിംഗ് ആയിട്ട് അവർ പറഞ്ഞ മാതിരി പാട്ട് തെറ്റുന്ന സമയത്ത് ക്രിട്ടിക്സ് ഒക്കെ പറയാറുണ്ടെങ്കിലും ചില ഒരു മേജർ അല്ലെങ്കിൽ കാർത്തിക് ഒരു ഫംബ്ലിംഗ് വന്ന സമയത്ത് ഒരു കൂടെ തന്നെ ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ കൺസോൾ ചെയ്തു. പിന്നെ നമുക്ക് മാർക്സ് ചോദിക്കാം. ഓക്കെ, മഹതി മാം, ഔട്ട് ഓഫ് 30 25 കാർത്തിക. കുപ്പിസ്വാമി സർ. യെസ് 25. നാദർഷിക്ക. വാശിയോടെ തിരിച്ചു വരണം 25. താങ്ക് യു ജഡ്ജസ്. അപ്പം 90-ൽ 75 മാർക്സ് ആണ്. ഈ പറഞ്ഞ പോലെ കീപ് ഓൺ ട്രൈയിങ്, കീപ് ഓൺ സിംഗിങ്, കീപ് ഓൺ പ്രാക്ടീസിങ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ അടുത്തതായിട്ട് സ്വാതിയാണ് നമുക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ വരുന്നത്. മണിമേളം റൗണ്ടിലാണ് സ്വാതി എത്തുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം സ്വാതിയെ. പാട്ടിന്റെ താളത്തിൽ പാടടി പോവാനം കിളിത്തില്ലാന, തുള്ളപ്പാട്ടിന്റെ താളത്തിൽ ആടടി താലോലം കിളിത്തില്ലാന, പാണം പാട്ടി
കുട്ടി പാടത്തപ്പങ്കിളിതില്ലാണ് ഉള്ളൂർ പാട്ടിന്റെ സ്വാതി, ഹായ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല പ്രിന്റഡ് സെറ്റ് മുണ്ടും. ഓക്കെ, മണിമേളം റൗണ്ട് ആണ്. ഏത് പാട്ടാ പാടുന്നത് മണിച്ചണ്ട്? കാവുങ്ങാട്ടെ അമ്പലത്തിൽ. ഓക്കെ, അമ്പലത്തിൽ പോകുന്നതിന്റെ ഒരുക്കാണല്ലേ. നമ്മളെ മലയാളികൾ അമ്പലം എന്ന് ഓർത്തു കഴിഞ്ഞാൽ ആദ്യം സെറ്റ് മുണ്ടും ഒക്കെ എടുത്ത് റെഡിയാക്കി വെക്കും. അപ്പം എന്തായാലും നല്ല ജോഷോട് കൂടി തന്നെ പാട്. ഓക്കെ, ശരി. കാവുങ്ങാട്ടെ അമ്പലത്തിലെ പാട്ടല്ലേടി കേക്കണത് നേരം വേളത്തടി പെണ്ണെ കട്ടൻ തിളപ്പിക്ക് പൊന്നാരെ നേരം വേളത്തടി പെണ്ണെ കട്ടൻ തിളപ്പിക്ക് പൊന്നാരെ കാവുങ്ങാട്ടെ അമ്പലത്തിൽ പാട്ടല്ലേടി കേക്കണത് നേരം വേളത്തടി പെണ്ണെ കട്ടൻ തിളപ്പിക്ക് പൊന്നാരെ നേരം വേളത്തടി പെണ്ണെ കട്ടൻ തിളപ്പിക്ക് പൊന്നാരെ ഉഴുതുമാറിച്ചൊരു കണ്ടത്തിൽ വിത്തു വിതയ്ക്കേണ്ടേ വിത്തു വിതച്ചാലോ പിന്നെ നാറു മുളയ്ക്കുള്ളൂ ഉഴുതുമാറിച്ചൊരു കണ്ടത്തിൽ വിത്തു വിതയ്ക്കേണ്ടേ
സ്വാതി, എന്തോ മണിച്ചേട്ടൻ്റെ ശരിക്കും വളരെ ലളിതമായിട്ടുള്ള വരികൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടിരിക്കാൻ. ഒരു സ്ലോ പേസിൽ പോയെങ്കിലും വളരെ രസമുണ്ടായിരുന്നു. അപ്പൊ ഇനി പാട്ടിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. നാദർഷക്ക. സ്വാതി നന്നായിരുന്നു, സ്വാതിയുടെ പാട്ടും നന്നായിരുന്നു, സ്വാതിയുടെ കോസ്റ്റ്യൂം, പിന്നെ നമ്മുടെ ഡാൻസ് ഗ്രൂപ്പിന്റെ കോസ്റ്റ്യൂം ബ്ലാക്ക് ആൻഡ് ഗോൾഡ്. എനിക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാണ് ബ്ലാക്ക്. ലൈഫിൽ ഏറ്റവും കൂടുതൽ ബ്ലാക്ക് ഡ്രസ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരിൽ ഒരാൾ ഞാനായിരിക്കും. എങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞ് നമ്മളൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കണ്ണ് ചെല്ലുന്നത് ബ്ലാക്ക് ഷർട്ടിൽ. അതങ്ങനെ ആയിപ്പോയി. അപ്പം ഏതായാലും ആ ഒരു കോസ്റ്റ്യൂം നമുക്ക് സ്റ്റേജിൽ ഗോൾഡൻ ബ്ലാക്ക് ഒരു കോമ്പിനേഷൻ എനിക്കാണ്. എൻ്റെ കൂടെ നമ്മുടെ ദിവ്യയോട് കയറി നല്ല രസമായിരുന്നു അല്ലേ? കറക്റ്റ്, ദിവ്യയായിരുന്നു സെൻറ്ററിൽ നിന്ന് ഡാൻസ് ചെയ്യേണ്ടായിരുന്നത് ആ ഗ്രൂപ്പിൻ്റെ കൂടെ. നന്നായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. മഹതി മാം. സ്വാതി നന്നായി പാടി. സ്വാതി വന്ന് നല്ല ഭംഗി, കോസ്റ്റ്യൂം നല്ല ഭംഗിയിൽ വരുന്നു സ്വാതി. ആസ് ഇൻ വെരി ബ്യൂട്ടിഫുൾ യു ലുക്ക്. കോസ്റ്റ്യൂം സെൻസും ഡ്രസ് സെൻസും എല്ലാം കൂടിയിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. എന്താ ഇവിടെ നോക്കുന്നത്? ആരെങ്കിലും പറഞ്ഞു തന്നോ? ശീതളിന്റെ അമ്മ എപ്പോഴും പറയും. ഓ ഓക്കെ, നൈസ്. നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് സ്വാതിയുടെ ഡ്രസ്സിങ് സെൻസ്. വെരി നൈസ്. നന്നായി പാടുകയും ചെയ്തു. പിച്ചിങ് ഇത്തിരി ഷാർപ്പും ഫ്ലാറ്റൊക്കെ ആവുന്നുണ്ടായിരുന്നു, പക്ഷെ സംഗതിയൊക്കെ നല്ല ക്ലീൻ ആയിട്ട് വന്നു. ആൻഡ് ഡാൻസേഴ്സ് നല്ല രസമായിരുന്നു. ഇടയ്ക്ക് കയറി തട്ടിയല്ലേ ഡാൻസേഴ്സ്, ബട്ട് യു മാനേജ്ഡ് ഇറ്റ് ബ്യൂട്ടിഫുള്ളി. ഇതൊക്കെ സ്റ്റേജ് ഷോസിൽ കോമൺ തിങ്സ് അല്ലേ. ഇറ്റ് വാസ് വെരി നൈസ് ടു വാച്ച് യു. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു മാം. കുപ്പുസ്വാമി സർ. ഫാന്റാസ്റ്റിക് ആൻഡ് ഫാബുലസ്. നൈസ്. 4 പെൺകുട്ടികൾ 4 ആൺകുട്ടൻ അവിടെ ആടി. നന്നായിട്ട് பார்க்க நல்லா இருந்தது, கேட்க நல்லா இருந்தது. நல்ல ஒரு மோகனத்தில் வந்து பாட்டு. இது ஒரு சிறப்பு என்னன்னா, இங்கே கேரளாவில் மட்டும்தான் நாடன் பாட்டுகளிலே மோகன ராகம் இருக்கிறது. தமிழ்நாட்டில் மோகன ராகம் இல்லை. எங்கட தமிழ்நாட்டிலுடைய தமிழ்த்தாய் வாழ்த்தானது மோகன ராகத்தில் உண்டு. நீராறும் கடலுடுத்த நிலமடந்த கெழிலொழுகும் சீராறும் வதனமென திகழ்பரத கண்டமிதில். தமிழ் தான், ஆனால் வதனம் பரதம் எல்லாம் தமிழ் அல்ல. அப்படி எழுதியிருக்கு வந்து. அது எங்கள் தமிழுக்கு வந்து நேஷனல், அது தமிழ்நாட்டில் உள்ள பாட்டு. அது இதே போல் சினிமாவில் இந்த மோகன ராகத்தில் நல்ல நல்ல பாட்டெலாம் இருக்குது. தேனுண்ணும் பண்டு மாமலரை கண்டு திரிந்தலைந்து பேசுவதென்றீங்காரம் கொண்டு பூங்காற்றே நீ சொல்லுவாய், ஓ பூங்காற்றே நீ சொல்லுவாய், அமுதை பொழியும் நிலவே நீ அருகில் வராததேனோ, அருகில் வராததேனோ. இதில் நிறைய மோகனத்தில் நிறைய பாட்டு எம் எஸ் விஸ்வநாதன் ஃபிலிமில் போட்டிருக்கோம். ஸோ நன்னாയിട്ട് പാടി. ഗുഡ്, നൈസ്. താങ്ക് യു സർ. സ്വാതി, അപ്പം എല്ലാവരും പറഞ്ഞു നല്ല ഡ്രസ്സ് നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു, പാട്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് മാർക്സ് ചോദിക്കാം. ഓക്കെ, നാദർഷിക ഔട്ട് ഓഫ് 30? 27. മഹതി മാം. സ്വാതിയുടെ ടോട്ടൽ മേക്ക് ഓവറിൽ ഞാൻ കുറച്ച് ഇംപ്രസ്ഡ് ആണ്. അത് കാരണം 28. ഞാനും കുറച്ചിട്ടല്ല, 28. താങ്ക് യു ജഡ്ജസ്. സ്വാതി 90-ൽ 83 മാർക്സ് കിട്ടി. നല്ല മാർക്സാണ്. മണിമേളം റൗണ്ട് ശരിക്കും പറഞ്ഞാൽ സ്വാതിക്ക് നല്ലൊരു റൗണ്ട് തന്നെയായിരുന്നു. അപ്പം എന്തായാലും ഇനിയും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ പെർഫോമൻസിനുള്ള സമയമാണ്. നമ്മുടെ ഒരു പ്രിയപ്പെട്ട ജഡ്ജ്, നമ്മുടെ സ്വന്തം നാദർഷിക്കയാണ് നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടാൻ പോകുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം നാദർഷിക്കെ. ഈ ഗാനം എൻ്റെ 10ാം ക്ലാസ് കൂട്ടുകാരെല്ലാവരോടും ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും റീയൂണിയൻ ചെയ്തപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ എഴുതി സംഗീതം ചെയ്ത ഒരു ഗാനമാണ് ഇത്. ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന ഗാനമാണ്. നമ്മുടെ പഴയ ഓർമ്മകളിലേക്ക് കുറച്ചു നേരം നമുക്ക് എല്ലാവർക്കും ആ പഴയ പ്രായത്തിൽ തിരിച്ചു പോകാൻ വേണ്ടി കുറച്ച് നിമിഷങ്ങൾ.
പണ്ടത്തെ നാടും വീടും ഓർമ്മകളിൽ ഓളം തല്ലുമ്പോൾ ഉള്ളം തുളുമ്പുന്നു. പണ്ടത്തെ കൂട്ടുകാരും പണ്ടത്തെ നാടും വീടും ഓർമ്മകളിൽ ഓളം തല്ലുമ്പോൾ ഉള്ളം തുളുമ്പുന്നു. അറിയാതെന്നുള്ളിൽ നിന്നും എവിടേക്കോ പോയ ബാല്യം ഓടി വന്നെന്നെ തട്ടിയുണർത്തുമ്പോൾ നെഞ്ചു പിടയുന്നു, എന്റെ കണ്ണു നിറയുന്നു. നെഞ്ചു പിടയുന്നു, എന്റെ കണ്ണു നിറയുന്നു. പണ്ടത്തെ കൂട്ടുകാരും പണ്ടത്തെ നാടും വീടും ഓർമ്മകളിൽ ഓളം തല്ലുമ്പോൾ ഉള്ളം തുളുമ്പുന്നു. ചേമ്പിലത്താളാൽ കൂടെ ചൂണ്ടി പൊട്ടിയ സ്ലേറ്റൊന്നു നെഞ്ചിലൊതുക്കി ഓടിക്കിതച്ചെന്നും സ്കൂളിലേക്ക് എത്തുവാൻ കൊതിയൊന്നില്ലേ, എന്നും കൊതിയൊന്നില്ലേ. ചേമ്പിലത്താളാൽ കൂടെ ചൂണ്ടി പൊട്ടിയ സ്ലേറ്റൊന്നു നെഞ്ചിലൊതുക്കി ഓടിക്കിതച്ചെന്നും സ്കൂളിലേക്ക് എത്തുവാൻ കൊതിയൊന്നില്ലേ, എന്നും കൊതിയൊന്നില്ലേ. മഴച്ചാറ്റലിൽ മാമ്പഴം വീഴുമ്പോൾ മഴച്ചാറ്റലിൽ മാമ്പഴം വീഴുമ്പോൾ കൊതിയോടത് ഓടിയെടുത്ത് ഉപ്പു പുരട്ടിയിട്ടൊന്നു കടിക്കുവാൻ കൊതിയൊന്നില്ലേ, ഇന്നും കൊതിയൊന്നില്ലേ. പണ്ടത്തെ കൂട്ടുകാരും പണ്ടത്തെ നാടും വീടും ഓർമ്മകളിൽ ഓളം തല്ലുമ്പോൾ ഉള്ളം തുളുമ്പുന്നു. കടലാസ് വഞ്ചിയുണ്ടാക്കി ഒരുമിച്ചൊന്നക്കരെ പോകാൻ കൂട്ടുനിന്ന പെണ്ണെ നീ ഇന്നെവിടെയാണ്? കടലാസ് വഞ്ചിയുണ്ടാക്കി ഒരുമിച്ചൊന്നക്കരെ പോകാൻ കൂട്ടുനിന്ന പെണ്ണെ നീ ഇന്നെവിടെയാണ്? കളിയായി നമ്മളു ചാർത്തിയ മലർമാലകൾ തന്നൊരു പൂമണം ഇന്നും ഇടയ്ക്കത് നെഞ്ചിനകത്ത് പടരുന്നില്ലേ, നീയതറിയുന്നില്ലേ. പണ്ടത്തെ കൂട്ടുകാരും പണ്ടത്തെ നാടും വീടും ഓർമ്മകളിൽ ഓളം തല്ലുമ്പോൾ ഉള്ളം തുളുമ്പുന്നു. അറിയാതെന്നുള്ളിൽ നിന്നും എവിടേക്കോ പോയ ബാല്യം ഓടി വന്നെന്നെ തട്ടിയുണർത്തുമ്പോൾ നെഞ്ചു പിടയുന്നു, എന്റെ കണ്ണു നിറയുന്നു. നെഞ്ചു പിടയുന്നു, എന്റെ കണ്ണു നിറയുന്നു, എന്റെ കണ്ണു നിറയുന്നു, എന്റെ കണ്ണു നിറയുന്നു. നമ്മുടെ ഇടനെഞ്ചിൽ താളത്തുടിപ്പായി മാറിയ മനോഹരങ്ങളായ നാടൻ പാട്ടുകളുമായി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പക്ഷെ നമുക്ക് വീണ്ടും കാണാം മിന്നാമിനിങ്ങിന്റെ അടുത്ത എപ്പിസോഡിൽ. Till then, it's Dr. Divya signing off from Minna Mininga, powered by Lakshmi Jewelry. Good night.